ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ മോഡൽ ഓഫ് ആറ്റമാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നീൽസ് ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1913 റുദർഫോർഡ് ന്യൂക്ലിയസ് മോഡലിനെ മോഡിഫൈ ചെയ്താണ് ബോർ മോഡൽ ഓഫ് ആറ്റം റിക്രിയേറ്റ് ചെയ്തത്. അദ്ദേഹം പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി കൂടി ഇവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ബോർ മോഡൽ ഓഫ് ആറ്റം എപ്പോഴും എസ്സേക്കൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. എസ്സേക്ക് ചോദിച്ചില്ലെങ്കിലും 4 മാർക്കിന് ഒന്നീ പോസ്റ്റുലേറ്റ് അല്ലെങ്കിൽ മെറിറ്റ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പോസ്റ്റുലേറ്റ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം തന്നെ ഫസ്റ്റ് നോക്കാം. നമ്മൾ മുന്നേ +2 ക്ലാസ്സിലൊക്കെ പോലെ പോയിൻ്റായിട്ട് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. The electrons in an atom revolve around the nucleus in certain selected circular path called orbits. These orbits are associated with definite energies and are therefore known as energy levels. These are numbered as 1, 2, 3, 4, etc. Starting from the nucleus, alternatively, these are designed as KLMN, etc. shells. അതായത് നമ്മുടെ ആറ്റം ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ഒരു സർട്ടൺ സർക്കുലർ പാത്തിലൂടെയാണ്. ഇതിനെ ഓർബിറ്റ്സ് എന്നറിയപ്പെടുന്നു. ഈ ഓർബിറ്റ്സ് ഒരു ഡെഫിനറ്റ് എനർജി ലെവൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. അതിനാൽ തന്നെ ഇവയെ എനർജി ലെവൽസ് എന്നറിയപ്പെടുന്നു. ഇനി ഈ എനർജി ലെവൽസ്, അതായത് നമ്മുടെ ഈ ഓർബിറ്റ്സിന് 1, 2, 3, 4, etc. എന്ന് നമ്പർ ചെയ്തിട്ടുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെൽസാണ് KLMN ഷെൽസ്. അപ്പോൾ ഓർബിറ്റ്സിനെ പറ്റി പറഞ്ഞു, എനർജി ലെവൽസിനെ പറ്റി പറഞ്ഞു. നമ്പർ ചെയ്തിരിക്കുന്നത് 1, 2, 3, 4, etc. എന്നാണ്. അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള KLMN ഷെല്ലാണ്. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എഴുതുമ്പോൾ ഈ 4 പോയിൻറ്റ്സ് അതിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുമ്പോൾ, as long as the electron revolve around in a particular orbit, there is no absorption or emission of energy. This means that the energy in a particular orbit remains constant. Therefore, these orbitals are also called stationary orbitals. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ, ഇലക്ട്രോൺ ഇങ്ങനെ ഓർബിറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ അവിടെ അബ്സോർപ്ഷനോ എമിഷനോ സംഭവിക്കുന്നില്ല. എനർജിയുടെ അബ്സോർപ്ഷനും ഇല്ല, എമിഷനും ഇല്ല. ഇത് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു എനർജി ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവയെ സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്നും വിളിക്കാം. അപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റ്സ് എഴുതുമ്പോൾ ഇത്രയും എഴുതണം. ഇതെങ്ങനെയാണ് അബ്സോർപ്ഷനോ എമിഷനോ എനർജിയുടെ അബ്സോർപ്ഷനോ എമിഷനോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇതിനെ സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്ന് വിളിക്കുന്നു. തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുമ്പം, only those whose orbits are permitted in which the angular momentum of the electrons in an integral multiple of h by 2pi, where h is the Planck's constant and mv are equal to nh by 2pi. So this postulate introduced the concept of quantization of angular momentum. അതായത് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, നമ്മുടെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ്. ആംഗുലാർ മൊമെൻറ്റം എന്താണ്? mvr എന്ന് പറയുന്നത് nh/2πക്ക് ഈക്വലാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തതിലൂടെ നമ്മുടെ ഈ പോസ്റ്റുലേറ്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് നമ്മുടെ mvr = nh/2π m എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ, v എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആൻഡ് r ഈസ് ദ റേഡിയസ് ഓഫ് ഓർബിറ്റ്, n = 1, 2, 3, 4, etc. നമ്മുടെ നാലാമത്തെ പോസ്റ്റിലേറ്റ് എന്ന് പറയുമ്പോൾ, when an electron jumps from one orbit to another, it will absorb or emit radiation of definite frequency giving a spectral line of that frequency. അതായത് ഒരു ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അത് ഒരു എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യും. ആ എനർജിക്ക് ഒരു ഡെഫിനിറ്റ് ഫ്രീക്വൻസി കാണും. അതൊരു സ്പെക്ട്രൽ ലൈനിലെ ഫ്രീക്വൻസി ആയിരിക്കും. അത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി ഡെൽറ്റ E2 - E1 എന്ന് പറയുന്ന ഒരു ഇക്വേഷനുണ്ട്. അപ്പോൾ ആ ഇക്വേഷനും അതിൻ്റെ കൂടെ എഴുതണം. ഡെൽറ്റ E അറിയാമല്ലോ, നമുക്ക് ആ ഒരു എനർജി ഡിഫറൻസിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം കണ്ടെത്താൻ വേണ്ടി രണ്ടാമത്തെ ലെവലിലെ, അതായത് E2 ലെവലിലെ എനർജി - E1 ലെവലിലെ എനർജി ചെയ്താൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്,
ലാസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മെറിറ്റ്സ് ഓഫ് ബോർ മോഡലാണ്. അപ്പോൾ ചിലപ്പം നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ മോഡൽ, ബി പാർട്ടായിട്ട് മെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ബോർ മോഡലിനായിരിക്കും. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ പോസ്റ്റുലേറ്റിൻ്റെ പോർഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് മെറിറ്റ് ഓഫ് ബോർ മോഡൽ നോക്കുകയാണെങ്കിൽ ബോർ അറ്റോമിക് മോഡൽ എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോറിൻ്റെ മോഡലിന് സാധിച്ചു. ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത്ര എഴുതിയിട്ട് നെക്സ്റ്റ് പോയിൻ്റ് എഴുതും. അത് പോരാ, ഇത് എഴുതിയിട്ട് അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ബോർ ആൻ ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് കനോട്ട് ലൂസ് എനർജി. അതായത് ബോർ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിൽ എനർജി ലോസ് ഉണ്ടാവുന്നില്ല. ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിലൂടെ റിവോൾവ് ചെയ്യുമ്പോൾ അതിനൊരു എനർജി ലോസ് ഉണ്ടാവുന്നില്ല. Therefore, emission of radiation is not possible as long as the electron remains in one of its energy levels, and hence there is no cause of instability in his model. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തരത്തിലുള്ള എമിഷനും പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മോഡൽ എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. ഇൻസ്റ്റെബിലിറ്റി ഇല്ലയെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് സ്റ്റേബിളാണെന്ന് തെളിയിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ബോർ മോഡൽ എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. ഇതിന് കാരണമെന്ന് വെച്ചാൽ ഏതൊരു ഓർബിറ്റലിലൂടെയും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന് ഒരിക്കലും ഒരു എനർജി ലോസ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തരത്തിലുള്ള റേഡിയേഷനും എമിഷനോ ഓഫ് റേഡിയേഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ എനർജി ലെവൽസിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ റിമെയിൻ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള ഇൻസ്റ്റെബിലിറ്റിയും ഇല്ല. ഇനി രണ്ടാമത്തെ മോഡൽ എന്ന് പറയുമ്പോൾ ബോർസ് തിയറി helps to calculate the energy of electron in a particular orbit of hydrogen atom. അതായത് നമ്മുടെ ബോർ തിയറിക്ക് ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിലെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി അദ്ദേഹം ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. അതെന്തെന്ന് വെച്ചാൽ En -me⁻⁴ divided by 8ε0 square h² into 1/n². ഞാൻ ഒന്നും കൂടെ ഇക്വേഷൻ പറയാം. En -me⁻⁴ divided by 8ε0 square h² into 1/n² എന്നാണ്. ഇത് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ നമുക്കൊരു ഇക്വേഷൻ അറിയാം. En -2π² k² me⁻⁴ divided by n² h². ഇവിടെ കെയുടെ വാല്യൂ ആണ് 1/4πε0 എന്നുള്ളത്. അത് കൊടുത്താണ് നമ്മൾ ഈ വാല്യൂവിലേക്ക് എത്തിയത്. ഹിയർ എം മാസ് ഓഫ് ഇലക്ട്രോൺ. എം എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസ്സാണ്. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. ε0 എന്ന് പറയുമ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസും n 1 2 3 4 എക്സെട്രയുമാണ്. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റുലേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം എഴുതാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് 2 or 3 പോയിൻറ്റ്സ് എഴുതണം. അത് മാത്രമല്ലാതെയും ചോദിക്കാം. അതായത് ബോറിൻ്റെ ഈ രണ്ടാമത്തെ മെറിറ്റ്സിൽ ഒരു നമ്മുടെ ഈ ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് വാല്യൂ ഉണ്ട്. -me⁻⁴ എന്നാണ് വരുന്നത്. ആ മൈനസ് ചാർജ് എവിടെ നിന്ന് വന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് നമ്മുടെ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്നൊരു ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. നമുക്കറിയത്തില്ല എവിടെയാണ്, എത്രാമത്തെ ലെവലിലാണ് ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. ഒരു ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലിരിക്കുകയാണ് ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം 0 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യും. ഈ സിസ്റ്റത്തിൻ്റെ ആർബിട്രറി നമ്മളൊരു 0 ആയിട്ട് അസ്യൂം ചെയ്യും. ഒരു അൺലൈക്ക് ചാർജസ് ടുഗദറായിട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു എനർജി റിലീസ് ചെയ്യും, ഇത്തരത്തിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഫലമായിട്ട്. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ ന്യൂക്ലിയസിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എനർജി റിലീസ് ചെയ്യും. ഇലക്ട്രോൺസ് മൂവ്സ് ക്ലോസർ ടു ദ ന്യൂക്ലിയസ് അണ്ടർ ഇറ്റ്സ് അട്രാക്റ്റീവ് ഇൻഫ്ലുവൻസ് എനർജി റിലീസ്ഡ്. പക്ഷേ ഇവിടെ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഡിക്രീസ് ആയിരിക്കും. എനർജി ഡിക്രീസസ് ചെയ്യും. ഇത് <0 ആവും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ്. <0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. അങ്ങനെയാണ് നെഗറ്റീവ് ആവുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കണം.
അതൊരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. നമ്മുടെ തേർഡ് മെറിറ്റ് എന്ന് പറയുമ്പോൾ ബോർ കോൺസെപ്റ്റ് ഓഫ് ആറ്റത്തിന് ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ പറ്റി സക്സസ്ഫുള്ളായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ മോഡൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ എനർജി ലെവൽസിനെ പറ്റിയും ഇലക്ട്രോൺ ഇരിക്കുന്ന എനർജി ലെവൽസിനെ പറ്റി നമുക്കൊരു ഊഹം തരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് അടുത്തേക്ക് വരുമ്പോൾ ആ ആറ്റത്തിന് മിനിമം പോസിബിൾ എനർജി റിക്വയർഡ് ചെയ്യുന്നു. അതിനെയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോൺ കം ക്ലോസ് ടു ദി ന്യൂക്ലിയസ്. അപ്പോൾ മിനിമം പോസിബിൾ എനർജിയാണ് അതിനെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എനർജി ഒരു എക്സ്റ്റേണൽ, അതായത് ഒരു ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് ഒരു എനർജി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ആറ്റത്തിന് എനർജി സപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അബ്സോർബ് ദ എമൗണ്ട് ഓഫ് എനർജി, ഡെഫിനറ്റ് എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ അബ്സോർബ് ചെയ്തിട്ട് ഇത് ഹയർ സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യും. ഇങ്ങനെയുള്ള സ്റ്റേറ്റിനെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും. നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു അൺസ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് തിരിച്ച് ലോവർ എനർജി സ്റ്റേറ്റ്സിലേക്ക് കം ബാക്ക് ചെയ്യും, അതായത് തിരിച്ചു വരും. E2 ഈക്വൽ ടു നമ്മൾ പറഞ്ഞു E2 മൈനസ് E1 ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. അതായത് നമ്മുടെ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എച്ച് ന്യൂവിന് ഈക്വലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ബോർ ഫ്രീക്വൻസി ഇക്വേഷനൊക്കെ വരുന്നത് ഈ മൂന്നാമത്തെ പോസ്റ്റുലേറ്റിലാണ്, മെറിറ്റിലാണ്. മെറിറ്റ് എഴുതുമ്പോൾ നമ്മൾ ആ ബോർ ഫ്രീക്വൻസി ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ലാംഡ ഈക്വൽ ടു എച്ച് സി ബൈ E2 മൈനസ് E1 എന്ന് പറയുന്നൊരു ഇക്വേഷൻ എഴുതി വെച്ചിരുന്നാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അത് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ മെറിറ്റ്സിലെ ലാസ്റ്റ് പോയിന്റ് നോക്കുവാണ്. അതെന്ന് പറയുന്നത് സൈമിൾട്ടേനിയസ് അപ്പിയറൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ലൈൻസ് ഇൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആണ്. അതായത് നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ലാർജ് നമ്പർ ഓഫ് ലൈൻസ് കാണപ്പെടുന്നുണ്ട്, ഹൈഡ്രജൻ ലൈൻസ്. സൈമിൾട്ടേനിയസ് അപ്പിയറൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ നമ്മൾ ഏതൊരു ഹൈഡ്രജൻ ഗ്യാസ് കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിലും ഈ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് കാണും. അവയിൽ നമ്മളൊരു ഡിസ്ചാർജ് ട്യൂബിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഇവ എനർജി സപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ ഇൻ ഡിഫറെൻറ്റ് ഹൈഡ്രജൻ ആറ്റത്തിൽ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് എനർജിയാണുള്ളത് അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് ഹൈഡ്രജൻ ആറ്റംസ് ഡിഫറെൻറ്റ് ലെവൽ എനർജി ആയതുകൊണ്ട് തന്നെ ഇവ അബ്സോർബ് ചെയ്യുന്നതും ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഒരു റേസ്ഡ് ടു ഡിഫറെൻറ്റ് എനർജി സ്റ്റേറ്റ്സ് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഹൈഡ്രജൻ ആറ്റം സിംഗിൾ ആണെങ്കിൽ അതിൽ ഇത്രയും ഇത് കാണാൻ ചാൻസ്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വൈ ഹൈഡ്രജൻ ആറ്റം ഗീവ്സ് സോ മെനി സ്പെക്ട്രൽ ലൈൻസ് ആൾത്തോ ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളെങ്കിലും എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻസ് ഒരുപാട് സ്പെക്ട്രൽ ലൈൻസ് തരുന്നത്? അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതാണ്, അതായത് ഏതൊരു ഹൈഡ്രജൻ ഗ്യാസിൻ്റെ സാമ്പിളിനെയും നമ്മൾ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജിലൂടെ പാസ് ചെയ്യുകയും അതിനൊരു എനർജി സപ്ലൈ ചെയ്യുകയും ചെയ്താൽ ദ ഇലക്ട്രോൺസ് ഇൻ ഡിഫറെൻറ്റ് ഹൈഡ്രജൻ ആറ്റം അബ്സോർബ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് എനർജി. ഡിഫറെൻറ്റ് ഹൈഡ്രജൻ ആറ്റംസ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത്. ദെയർഫോർ ആർ എ റൈസ്ഡ് ടു ഡിഫറെൻറ്റ് എനർജി സ്റ്റേറ്റസ്. ഒരു ഡിഫറെൻറ്റ് എനർജി സ്റ്റേറ്റസിൻ്റെ റൈസ് ഉണ്ടാകും. അതാണ് റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോസ്റ്റുലേറ്റും നോക്കിക്കഴിഞ്ഞു, മെറിറ്റും നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിമെറിറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫെയിലുവേഴ്സ് ഓഫ് ബോർ അറ്റോമിക് തിയറിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫെയിലുവേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ബോർസ് മോഡൽ ഓഫ് ആൻ ആറ്റം കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്ര ഓഫ് ആറ്റം കണ്ടെയ്നിങ് മോർ ദാൻ 1 ഇലക്ട്രോൺ കാൾഡ് മൾട്ടി ഇലക്ട്രോൺ ആറ്റം. അതായത് ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണുള്ള മൾട്ടി ഇലക്ട്രോൺ ആറ്റങ്ങളുടെ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ ബോർ മോഡലിന് സാധിച്ചില്ല. അപ്പോൾ 2 എനർജി ലെവലിനിടയിലുള്ള 1 and only സ്പെക്ട്രൽ ലൈനിൽ മാത്രമേ ഒറിജിനേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു പവർഫുൾ സ്പെക്ട്രോസ്കോപ്പ് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓരോ സിംഗിൾ ലൈൻസും വെരി ക്ലോസ്ലി സ്പേസ്ഡ് ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പവർഫുൾ സ്പെക്ട്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്കിതറിയാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിന് അത് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ഫെയിലുവറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദ മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ റിലേറ്റീവ് ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്പെക്ട്രൽ ലൈൻ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ റിലേറ്റീവ് ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്പെക്ട്രൽ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അതായത് ഹി ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദി മാഗ്നറ്റിക് ഫീൽഡ് എവിടത്തെ, അതായത് ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഒരു റേഡിയേഷൻ പ്ലേസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആറ്റത്തിന് അല്ലെങ്കിൽ അയോൺസിനുണ്ടാകുന്ന സ്പെക്ട്ര അത് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. അതായത് ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഓരോ സ്പെക്ട്രൽ ലൈനും
ഫർദർ സ്പ്ലിറ്റ് ഇൻറ്റു എ നമ്പർ ഓഫ് ലൈൻസ് കാൾഡ് സീമാൻ എഫക്റ്റ്. ഇതിനെയാണ് സീമാൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ ആറ്റം റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയും ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്ത് ഒരു നമ്പർ ഓഫ് ലൈൻസ് ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ മോഡലിന് സീമാൻ എഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് എഫക്റ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ബൈ ബോർ തിയറി എന്ന് പറയാം. അതുപോലെ തന്നെ ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന മോളിക്യൂൾസിൻ്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോഡലിന് കഴിഞ്ഞില്ല. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മോഡലിന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ദിസ് തിയറി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഡുവൽ നേച്ചർ ഓഫ് മാറ്ററും അദ്ദേഹത്തിൻ്റെ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ തിയറിയുടെ ഫെയിലുവേഴ്സാണ്.